പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച തുടങ്ങിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇരു മുന്നണിയിലെയും ഘടകകക്ഷികളെ സംബന്ധിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഘടകകക്ഷികളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഈ ഘടകകക്ഷികളുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ളതിനുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂറോ 9 മണിക്കൂറോ കഴിയുമ്പോൾ 13,000-14,000 ആളുകൾ കാണുന്ന യൂട്യൂബ് ചാനലുകളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചിലതൊക്കെ ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരിക്കാം. അതായത് അവർ പറയുന്നത് 2,300ഓളം ആളുകളുമായി ഇൻട്രാക്ട് ചെയ്തിട്ടാണ് അവർ സർവേ ചെയ്തതെന്ന് അവർ അവകാശപ്പെടുന്നു. ഈ ചാനലുകളല്ല, അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ആ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ അവതരിപ്പിക്കുക. നമ്മളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസ്സുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് വരും എന്നുള്ള ഒരു രീതിയിലാണ് ആദ്യമായി നമ്മൾ കേട്ട വാർത്തകൾ. അപ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് വരും എന്നുള്ള വാർത്തകൾക്ക് ആ വാർത്തകൾ വെറുതെ പ്രചരിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ CPMൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CE വർഗീസ് അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ആ വാർത്തകൾ വെറുതെ പ്രചരിച്ച വാർത്തകളായിരുന്നില്ല. ജോസ് കെ മാണി വിഭാഗം യഥാർത്ഥത്തിൽ തന്നെ UDFിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ഇന്നലെ കേട്ട വാർത്ത എന്താണ്? ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മധ്യമേഖലയിലൂടെ യാത്ര, അവരുടെ LDFിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള യാത്ര ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ അദ്ദേഹം PJ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രാക്ഷനെ അവർ തങ്ങളുടെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഫ്രാക്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷണം നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വസ്തുതയെ അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരല്പം പുറകോട്ട് സഞ്ചരിച്ച് വസ്തുതകളെ പരിശോധിച്ചാൽ, അതായത് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് UDFിലെത്തുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് VD സതീഷിനോടോ രമേശ് ചെന്നിത്തലയോടോ അല്ലെങ്കിൽ UDFിലെ മറ്റ് പ്രബല നേതാക്കളോടോ ചോദിച്ചു കഴിഞ്ഞാൽ, സണ്ണി ജോസഫിനോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് അവരിപ്പോൾ LDFിലെ ഒരു ഘടകകക്ഷിയാണ്. അവരെക്കുറിച്ച് അവിടെ ഒരു ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ അവരെക്കുറിച്ച് ഞങ്ങളങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗത്തെ UDFിലേക്ക് ക്ഷണിക്കുന്നതിൽ ഒട്ടുമേ ധൃതി അവർ കാണിച്ചിരുന്നില്ല. അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? ആ വിഭാഗം കേരള കോൺഗ്രസ്, ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് തങ്ങളോടൊപ്പം ഇല്ലാതെ തന്നെ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് UDF നേതാക്കളും അതിൻ്റെ അണികളും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് PJ ജോസഫിനെയും കൂട്ടരെയും തങ്ങളുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. കോതമംഗലം, ഇടുക്കി, ചങ്ങനാശ്ശേരി പോലെയുള്ള ചില സീറ്റുകളിൽ UDFിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അഥവാ മറ്റുള്ള ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു എങ്കിലും അതേക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, അതായത് സീറ്റുകൾ വെച്ചുമാറുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്കറിയാം, തിരുവമ്പാടി സീറ്റ്, പട്ടാമ്പി സീറ്റ്, ഇങ്ങനെ നിരവധി സീറ്റുകളുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ അസംബ്ലി സെഗ്മെൻറ്റിൽ ആര് മത്സരിക്കണം, ഇത്തരം വിഷയങ്ങളിൽ ഇവർക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം രൂപപ്പെടുമ്പോൾ, UDFിൻ്റെ ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ ഐക്യം രൂപപ്പെടുമ്പോൾ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചകൾ അവരിങ്ങനെ കുറച്ചുകൂടി വൈകിപ്പിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഡിസിഷൻ വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം ഇങ്ങനെ ദീർഘിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവിടെ ഏതാനും ചില സീറ്റുകളെ സംബന്ധിച്ച്, അഥവാ കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗത്തിന് UDF നൽകിയ 10 സീറ്റുകളിൽ അവർ 2 സീറ്റിൽ മാത്രമേ വിജയിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ, അതായത് മോൻസ് ജോസഫും PJ ജോസഫും മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് വിജയിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ തവണ മത്സരിക്കാൻ നൽകിയ അത്രയും സീറ്റുകൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് UDFിൻ്റെ തീരുമാനം. ഒരു പക്ഷേ ഇപ്പോഴും LDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം തങ്ങളോടൊപ്പം ചേരുമെന്നും അവർക്ക് മത്സരിക്കാൻ PJ ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന ഏതാനും സീറ്റുകൾ UDF മാറ്റിവെക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് കൂടിയായിരിക്കാം ഇത്തരത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കാത്തത്. എന്തായിരുന്നാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇതാണ്. അതായത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ UDFിലേക്ക് ക്ഷണിക്കാൻ
പി ജെ ജോസഫ് വിഭാഗം യഥാർത്ഥത്തിൽ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അവരിപ്പോൾ വരേണ്ട കാര്യമില്ല, അവരില്ലാതെ തന്നെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് അപ്പു ജോൺ ജോസഫിനെ പോലെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ പറഞ്ഞിരുന്നത്. അവരെ കൂടെ കൂട്ടുന്നതിൽ യാതൊരു താല്പര്യവും കോട്ടയത്തെയോ ഇടുക്കിയിലെയോ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളും കാണിച്ചിരുന്നില്ല. അതേസമയം തന്നെ ജോസ് കെ മാണി, പി ജെ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിനെ LDFിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ കാര്യം വളരെ വ്യക്തമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒട്ടുമേ LDFിനോ അതിൻ്റെ ഘടകകക്ഷികൾക്കോ ഇല്ല. അതേസമയം ഈ പി ജെ ജോസഫ് വിഭാഗത്തിനെ അവർ പോലും അവരിനി വിട്ടുപോയാൽ തന്നെയും, അല്ലെങ്കിൽ അവരുമായി ഏതാനും സീറ്റുകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തന്നെയും, ജോസ് കെ മാണി വിഭാഗത്തെ കൂടെ നിർത്താതെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യം, ഒരു കോൺഫിഡൻസ് UDFിനുണ്ട് എന്നുമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സർവേകളിലേക്ക് പോകാതെ ഘടകകക്ഷി നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഏറെക്കുറെ ഓൾമോസ്റ്റ് വിസിബിളാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരാനാണ് സാധ്യത. നന്ദി, നമസ്കാരം.